കല്ലുകറയിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ചെന്നൈ സ്വദേശിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താൻ ഇരിട്ടി പോലീസ് നടത്തിയ മിന്നൽ നീക്കം ചെന്നൈ പോലീസിനെയും അപകടത്തിൽ മരിച്ച യുവാവിന്റെ ബന്ധുക്കളെയും നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി. പോലീസിന്റെ പതിവ് നടപടിക്രമം അനുസരിച്ചാണെങ്കിൽ ഇരിട്ടിയിൽ നിന്ന് ചെന്നൈയിലെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടത്താൻ 2 ദിവസമെടുക്കും. എന്നാൽ അപകടത്തിൽ മരിച്ച തമിഴ്നാട് സ്വദേശി എസ് ഗൗതമിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കാനെടുത്തത് 8 മണിക്കൂർ. എല്ലാറ്റിനും നേതൃത്വം നൽകിയത് SHO എ കുട്ടിക്കൃഷ്ണനും SI ജെറീസ് കറിയയും. ചെന്നൈയിൽ IT ജീവനക്കാരനായ റോൾഹിൽസിലെ എസ് ഗൗതം സുഹൃത്തുക്കൾക്കൊപ്പം ബംഗളൂരു വഴി കോഴിക്കോടേക്ക് തിരിച്ചത് നവംബർ 1-നാണ്. 2-ാം തീയതി ഇരിട്ടി കിളിയന്തറയിൽ ഇവർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗൗതം കണ്ണൂരിലെ ആശുപത്രിയിൽ 28 ദിവസം അബോധാവസ്ഥയിൽ കഴിഞ്ഞു. 29-ന് ചെന്നൈയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 8:30 ഗൗതം മരിച്ചെന്ന വിവരം SHO കുട്ടിക്കൃഷ്ണന് ലഭിച്ചു. അപകടം ഇവിടെയായതിനാൽ ഇരിട്ടി പോലീസ് എത്തി വേണം ഇൻക്വസ്റ്റ് നടത്താൻ. ഇതിനുശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യൂ. പതിവ് ചട്ടപ്രകാരമാണെങ്കിൽ ബന്ധുക്കൾ 2 ദിവസം കാത്തിരിക്കണം. 1 മാസം ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച മകന്റെ അവസ്ഥ കണ്ട ഷൺമുഖത്തിനും കലാവതിക്കും മൃതദേഹവും വെച്ച് കാത്തിരിക്കാനാവുമായിരുന്നില്ല. ഇതോടെ പതിവ് രീതികൾ മാറ്റിവെക്കാൻ കുട്ടിക്കൃഷ്ണൻ തീരുമാനിച്ചു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങിയ റൈറ്റർ മജീദും നവാസും നടപടിക്രമങ്ങൾ വേഗം തീർത്തു. തലേന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ SI റജീസ് കറിയെ വിളിച്ചു വരുത്തി. കണ്ണൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് 11:10-ന് വിമാനമുണ്ടെന്നും 1 സീറ്റ് ഒഴിവുണ്ടെന്നും അറിഞ്ഞു. ടിക്കറ്റ് ചാർജ് 3500 രൂപ. ടിക്കറ്റിനുള്ള പണം കുട്ടിക്കൃഷ്ണൻ നൽകി. പകരം വസ്ത്രം പോലും എടുക്കാതെ റജീസ് കറിയ ചെന്നൈയിലേക്ക് തിരിച്ചു. 12:20-ന് അവിടെ എത്തി. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുമ്പോൾ സമയം വൈകിട്ട് 4:30. പോലീസിന്റെ നല്ല മനസ്സിന് നന്ദി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഗൗതമിന്റെ ബന്ധുക്കൾ. എന്നാൽ ഗൗതമിന്റെ അച്ഛൻ ഷൺമുഖം വിങ്ങിപ്പൊട്ടി റജീസ് കറിയെ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് നിർത്തലിൽ എല്ലാം ഉണ്ടായിരുന്നു.